രണ്ടും മൂന്നും കാട്ടുജാതി തൈകൾ ബഡ് ചെയ്ത് നാട്ടുജാതിയോട് ചേർക്കുന്നതാണ് ഗോപിച്ചേട്ടന്റെ ഏറ്റവും പുതിയ രീതി. കാട്ടിൽ വളരാൻ കൂടുതൽ കരുത്തും പ്രതിരോധശേഷിയുമുള്ള കാട്ടുജാതിയുടെ സവിശേഷതകൾ ഗ്രാഫ്റ്റിംഗിലൂടെ നാട്ടുജാതിയോട് ചേർക്കുന്നു. അല്പം സമയമെടുക്കുമെങ്കിലും കടുത്ത വേനലിനെ പ്രതിരോധിക്കുന്ന ജാതി തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ രീതി കൊണ്ട് കഴിയും. റബ്ബറിൻ്റെ 4/1 പണിയെ ജാതി കൃഷിക്കുള്ളൂ. അതുപോലെ തന്നെ ഉൽപ്പാദനം റബ്ബറിനേക്കാൾ 4 ഇരട്ടി ഉൽപ്പാദനം ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. തന്നെയുമല്ല 250-300 വർഷമൊക്കെ ജാതിക്ക് ആയുസ്സുണ്ട്. അപ്പോൾ റീപ്ലാന്റ് ചെയ്യേണ്ട എന്നുള്ളൊരു പ്രത്യേകത ജാതിക്ക് വലിയൊരു പ്രത്യേകതയാണത്. ഇടുക്കി ജില്ലയിൽ വ്യാപകമായി ജാതി കൃഷി നടക്കുന്നുണ്ട്. പക്ഷേ ആയുസ് കൂടിയതും പ്രതിരോധശേഷി ഉള്ളതുമായ ജാതിക്കായി ഇപ്പോഴും കർഷകർ കാത്തിരിക്കുന്നു. ബഡ് ചെയ്ത് കൂടുതൽ ഉൽപാദനം നടക്കുന്ന ജാതി ഉണ്ടെങ്കിലും പ്രതിരോധശേഷി കൂടിയ ജാതി ഇനങ്ങൾ കുറവാണ്. കാട്ടുജാതിയോട് നാട്ടുജാതിയെ ചേർക്കുന്ന ഗ്രാഫ്റ്റിംഗ് രീതിയെക്കുറിച്ച് ഗോപി ചിന്തിക്കാനും കാരണം മറ്റൊന്നല്ല. നാടൻ ജാതിയിൽ കാട്ടുജാതി തൈ ജോയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു ബഡ് രീതിയുണ്ട്. അത് എൻ്റെ നഴ്സറിയിൽ ഞാനത് ഒരു 4 വർഷമായിട്ട് അതിൻ്റെ ഒരു പരീക്ഷണം നടത്തി. അത് വിജയിച്ചിട്ടുണ്ട്. 2 മരം 3 മരമൊക്കെ ജോയിൻ്റ് ചെയ്യുക, അത്തരം രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ അത്തരം തൈ കൂടുതൽ നട്ടാൽ നല്ലതാണ്. പക്ഷേ കൂടുതൽ ഇപ്പോൾ കൊടുക്കാൻ നമ്മുടെ അടുത്ത് ആയിട്ടില്ല. നാട്ടുജാതി കാട്ടുജാതിയോട് ചേർക്കുന്നതിലെ ഗുണം അനുഭവത്തിലൂടെ ഗോപി മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. സാധാരണ കാട്ടുജാതിയിൽ നാടൻ ജാതിയുടെ തൊലി ഇട്ടിച്ച് ബഡ് ചെയ്യുന്ന സിസ്റ്റമാണ് നിലവിൽ ഉള്ളത്. അപ്പം ഞാനത് പിന്നെ ചെയ്തത് ഈ നാടൻ ജാതിയും കാട്ടുജാതിയും കൂടെ ജോയിൻ്റാക്കി ഒറ്റത്തടിയാക്കും. ഒറ്റത്തടി ആക്കിയതിന് ശേഷം കാട്ടുജാതി തലയ്ക്കും മുറിച്ച് കളയും. ഈ ജോയിൻ്റ് ആയി കഴിയുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് അത് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇത് തടി ജോയിൻ്റ് ആയതിന് ശേഷം നാടൻ ജാതിയിൽ പിന്നെ മാസങ്ങൾക്ക് ശേഷം ബഡ് ചെയ്യും. അപ്പോൾ കാട്ടുജാതിയുടെ വേര് ആഴത്തിലോട്ട് പോയി വെള്ളം വളമൊക്കെ ശേഖരിച്ച് എടുക്കുന്നത് ഈ നാടൻ ജാതിക്ക് കിട്ടും. നാടൻ ജാതിയുടെ വേര് ശേഖരിക്കുന്നതും നാടൻ ജാതിക്ക് കിട്ടും. ഈ രണ്ടും കൂടി ആകുമ്പോൾ ഈ മരത്തിൻ്റെ കരുത്ത് ഭയങ്കരവും ഈ നാടൻ ജാതിക്ക്. അങ്ങനെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാടൻ ജാതിക്ക് കരുത്ത് കൂടും. സാധാരണ വണ്ണം കൂടും, നടുവണ്ണം കൂടും, വളർച്ച കൂടും, ബ്രാഞ്ചുകൾക്ക് നീളം കൂടും. അങ്ങനെ കരുത്തായി കഴിയുമ്പോൾ നാടൻ ജാതിയിൽ ഞങ്ങൾ ബഡ് ചെയ്യും. സാധാരണ ബഡ് ചെയ്യുമ്പോൾ ബഡ് ചെയ്ത് മുളപ്പിച്ച് അത് നല്ല കായ്ഫലമുള്ള നല്ല വെറൈറ്റി ജാതിയുടെ ബഡാണ് ബഡ് ചെയ്യുന്നത്. അങ്ങനെ ബഡ് ചെയ്തിട്ട് ആ തൈ കൊടുത്താൽ പ്രതിരോധ ശേഷി കൂടുതലാണ്. അപ്പോൾ ഏത് കാലാവസ്ഥയിലും ഏത് തരം മണ്ണിലും ഈ മരം പിടിക്കും. വനത്തിലും ഏലത്തോട്ടങ്ങളിൽ നിന്നുമാണ് കാട്ടുജാതി ശേഖരിക്കുന്നത്. ഈ കാട്ടുപത്രി എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു മരമുണ്ട്. ജാതിമരമായിട്ട് സാമ്യമുള്ളൊരു മരം അത്. അതിൻ്റെ പത്രിപ്പൂവിന് ജാതിയുടെ പത്രിപ്പൂ പോലെ ആ കായയുടെ പുറമേയും പൊതിഞ്ഞൊരു പത്രിപ്പൂവുണ്ട്. പത്രി എടുത്തതിന് ശേഷം കാ സാധാരണ പണ്ടൊക്കെ കളയുമായിരുന്നു. ഇപ്പോൾ ഈ ബഡിങ്ങിന് വേണ്ടിയിട്ട് ആ കാ ആളുകൾ ശേഖരിക്കുന്നുണ്ട്. അത് മുളപ്പിച്ചെടുത്തിട്ട് അതിലാണ് സാധാരണ ഇപ്പോൾ ബഡ് ചെയ്യുന്നത്. അല്പം ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് ഗ്രാഫ്റ്റിംഗ്. 2 വർഷമായ നാട്ടുജാതി തൈകളും കാട്ടുജാതി തൈകളുമാണ് ഗ്രാഫ്റ്റിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഈ 2 വർഷം 2.5 വർഷം പ്രായമുള്ള തൈയിലേക്കാണ് 2ാം വർഷം പ്രായമുള്ള കാട്ടുജാതിയുടെ തൈയാണ് ജോയിൻ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ തടിയിലോട്ട് ഒരു 2 മരം ജോയിൻ്റ് ചെയ്യുന്ന ആ പ്രക്രിയയാണത്. അത് കുറേ താഴെ വേണമെങ്കിൽ ചെയ്യാം, കുറച്ച് മുകളിൽ വേണം ചെയ്യാം, അത് ഏത് രീതിയിലും ചെയ്യാം. ഇതിങ്ങനെ ചെത്തിക്കളയുകയാണിത് ഒരു സൈഡ്. ഇത് ചെത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അനുസരിച്ച് ഇവിടെ നാടൻ ജാതി ഇതുപോലെ ചെത്തണം. ഇത് കുറച്ച് ചെത്തി അതിൻ്റെ ആ ചെത്തിയ 2 വശം കൂടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട്
ഇതിന് പ്ലാസ്റ്റിക് ഇതിന് കെട്ടാൻ വേണ്ടി പ്ലാസ്റ്റിക് ഉണ്ട്, ഈ നാടയുണ്ട്. ഈ ബഡ്ഡിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആയാലും മതി. ഇതുപോലെ മുറുക്കി ചുറ്റണം. ആ ചുറ്റൽ ടൈറ്റ് ആയിരിക്കണം. ഇത് സാധാരണ ബഡ്ഡിങ് പ്ലാസ്റ്റിക് തന്നെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ കുറച്ചുകൂടെ കനമുള്ള പ്ലാസ്റ്റിക്, ഈ കുറച്ച് വലിച്ച് മുറുക്കണമെങ്കിൽ ഈ സാധാരണ ബഡ്ഡിങ് പ്ലാസ്റ്റിക് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇച്ചിരി കനമുള്ള പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന. ഇങ്ങനെ കെട്ടിയാൽ മതി. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊരു മാസങ്ങളോളം ഇരിക്കും ഈ ജോയിൻ്റ്. ശരാശരി 4 മുതൽ 6 മാസം വരെ ഇരിക്കും. അപ്പോൾ അത്രയും മാസം ഇരിക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ തടി ഒറ്റ തടിയാവും. ആ ഒറ്റ തടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് മുകളിൽ നല്ല കായ്ഫലമുള്ള പെൺമരത്തിൻ്റെ ബഡ്സ് ബഡ് ചെയ്യും ഇതിന് മുകളിൽ. ആ ബഡ് ചെയ്തതിന് ശേഷം ഈ നാടൻ ജാതിയെ തലയ്ക്ക് മുറിക്കും. ഈ ജോയിൻ്റ് പിടിച്ച് കഴിയും, തടി ഒന്നായി കഴിയുമ്പോഴും, കാട്ടുജാതി നാടൻ ജാതിയും കൂടെ ഒന്നായി കഴിയുമ്പോൾ കാട്ടുജാതിയുടെ തലയ്ക്ക് മുറിച്ച് കളയും. കാട്ടുജാതി പിന്നെ മുകളിലോട്ട് വളരാൻ പാടില്ല. അതിൻ്റെ ഈ വേരിൽ നിന്ന് എടുക്കുന്ന വളം ഇവിടെ കൊണ്ട് തീരും. ഇവിടെ വന്നു കഴിയുമ്പോൾ നാടൻ ജാതി അത് സ്വീകരിക്കും. പിന്നെ നാടൻ ജാതിയുടെ വളർച്ച നല്ല ദ്രുതഗതിയാവും. അതിവിടെ ചെയ്ത പല തരമുണ്ട്. ഇപ്പോൾ 2 എണ്ണം ചെയ്തു, 3 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്, 4 എണ്ണം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം കാട്ടുജാതി തൈകൾ ഒന്നിച്ചു ചേർക്കുന്നത് കൂടുതൽ പ്രതിരോധശേഷിക്ക് കാരണമാകും. രണ്ട് കാട്ടുജാതി തയ്യ് ഒരു നാടൻ ജാതിയിലേക്ക് ജോയിൻ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ 3 കടയുള്ള തയ്യ്. അപ്പോൾ ജോയിൻ്റ് ആയി കഴിയുമ്പോൾ 3 ചോടായിരിക്കും ഒരു മരത്തിന്, മുകളിലേക്ക് ഒരെണ്ണമായിരിക്കും. ആ രീതിയിലുള്ള ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. വേറെ 2 എണ്ണം ചെയ്യാനാണ് ഇപ്പോൾ ഇത് ചെത്തിയിട്ട് പെട്ടെന്ന് ചേർത്തിട്ട് ഇവിടെ ചെത്തി അങ്ങ് പിടിപ്പിച്ചാൽ മതി. 3 എണ്ണം ആകുമ്പോൾ ഈ 3 എണ്ണം കൊണ്ട് ഒരിടത്ത് ജോയിൻ്റ് ചെയ്യാനായതുകൊണ്ട് ഇതിൻ്റെ അളവ് നമ്മളിങ്ങനെ നോക്കും. തൊലിയും മരം കൂടെ കൂടി കുറച്ച് പോകണം. കാരണം ഇത് മരത്തിലേക്കാണല്ലോ പിടിക്കുന്നത്. കാരണം ഇതുപോലെ 2 വശം ചെത്തിയതിന് ശേഷം ഈ ചെത്തിയ വശത്തോട്ട് കാട്ടുജാതിയുടെ ഇത് ചെത്തിയത് ഇതുപോലെ ജോയിൻ്റ് ചെയ്യാം. ഇതാ ഈ സൈഡും ഇതുപോലെ 3 എണ്ണം. ഇപ്പോൾ 3 എണ്ണം കൂടെ ഇവിടെ ചെത്തിയ വശത്തേക്ക് ചേർത്ത് വെച്ചു. പ്ലാസ്റ്റിക് ചുറ്റി കെട്ടണം. അതിനാണ് ആ ജോയിൻ്റ് 2 ഇതുപോലെ ചേർന്ന് ഇതുപോലെ മുകളിൽ വരെ ചേർന്ന് വരണം. ഇതിപ്പോൾ ഇങ്ങനെ ഇത് മാസങ്ങളോളം ഇങ്ങനെ ഇരിക്കും. മാസങ്ങളോളം ഇരിക്കുമ്പോൾ ആ ജോയിൻ്റ് ചെത്തിയ വശം മുഴുവൻ ഇത് ഒറ്റ തടിയാവും. ഇത് ജോയിൻ്റ് ആവും. ആ ജോയിൻ്റ് ആയി കഴിഞ്ഞാൽ മാസങ്ങളോളം കഴിയണം. അതിന് മുമ്പ് ഇത് അഴിക്കാൻ പാടില്ല. അഴിച്ചു കഴിഞ്ഞാൽ ഈ ജോയിൻ്റ് വിട്ടുപോകും. അപ്പോൾ ഒറ്റത്തടി ആവണേ ഇത്ര മാസങ്ങൾ കഴിയണം. പിന്നെ പിടിച്ചാലും വിട്ടുപോരില്ല. 6 മാസത്തിനുള്ളിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഒന്നാകും. 2 മുതൽ 4 വരെ തൈകൾ ഇത്തരത്തിൽ ചേർത്ത് വയ്ക്കാം. 4 മാസം കഴിഞ്ഞപ്പോൾ അഴിച്ചു വിട്ടു നോക്കി. അത്ര ക്ലിയറായിട്ട് പിടിച്ചില്ല എന്ന് തോന്നിയത് രണ്ടാമത് ഒന്നോടെ കെട്ടിവെച്ചാൽ. പക്ഷേ അതിപ്പോൾ 1 മാസമായി. അതിപ്പോൾ ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇതാ 2 സൈഡ് ചെത്തിയിട്ട് പിടിപ്പിച്ചതാണ്. ഇത് കണ്ടോ ഒറ്റ തടിയായി ഇപ്പോൾ ഇത്. ഇനി ഇത് തലയ്ക്ക് ഒന്ന് ഞാൻ കട്ട് ചെയ്തതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ ഈ 2 സൈഡ് കട്ടം കൂടെ ചെയ്തത് കൊണ്ട് ഇനിയിപ്പോൾ ഈ തടി ഈ 2 വേരെടുക്കുന്ന വളം മുഴുവൻ ഈ നാടൻ ജാതിക്ക് കിട്ടും. ഈ നാടൻ ജാതിയിലേക്ക് കിട്ടുമ്പോൾ ഇതിൻ്റെ വളർച്ചയിൽ ഈ തണ്ടിന് കരുത്ത് കൂടും. ഇത് 1-2 വർഷം കൊണ്ട് ഇത് ഈ ജോയിൻ്റ് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒറ്റ തടിയാവും. ഇതിൻ്റെ കാട്ടുജാതി 2 സൈഡിൽ നിന്ന് പിടിച്ച് നിൽക്കുന്നത് 3 ചുവടുള്ളതുകൊണ്ട് ഈ ജാതിക്ക് കായ്ഫലം കൂടും, പ്രതിരോധ ശേഷി കൂടും, മരത്തിന് വളർച്ച കൂടും. ചാണകപ്പൊടിയെല്ലാം മിക്സ് ചെയ്തിട്ട് കുഴിക്കകത്ത് നടന്ന് ഈ കവർ പൊളിച്ച് കളഞ്ഞിട്ട് ചോട് കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ചോട് നന്നായിട്ട് ഉറപ്പിച്ച്. പരീക്ഷണം നടത്തിയ ജാതിയിൽ ജാതിക്കായ ഉണ്ടായ ശേഷമാണ് പരീക്ഷണം വിജയമായി ഗോപി കണ്ടത്. വീട്ടുമുറ്റത്തെ കായ്ഫലമുള്ള ഗ്രാഫ്റ്റ് ജാതിയെ ഗോപിച്ചേട്ടൻ കാണിച്ചു തന്നു. ഇത് ഇങ്ങനെ ജോയിൻ്റ് ചെയ്തിട്ട് കായായ മരമാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് കിടക്കുന്ന ഈ കായുണ്ട്. ഇത്തരത്തിൽ കാട്ടുജാതിയോട് ചേർത്ത ബഡ് തൈകളുടെ നിര തന്നെ ഗോപി നഴ്സറിയിൽ ഒരുക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.